ഗുഡ് മോർണിംഗ്. ജനതയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ ടി വി എന്ന് പറയുന്ന പാഠമാണ് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊരു കവിതയാണ് പഠിച്ചത്, പുൽ ബനി ധീമ. അത് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ടി വി എന്ന് പറയുന്ന വരുൺ ഗ്രോവർ എഴുതിയ ടി വി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കഥയെ അല്ല നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മളൊരു പട്കഥയാണ് പഠിക്കുന്നത്. പട്കഥ മീൻസ് തിരക്കഥ. ഒരു തിരക്കഥ എങ്ങനെ തയ്യാറാക്കാം, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് കൃത്യമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏതെങ്കിലും ഒരു പോർഷൻ തന്നിട്ട് അതിൻ്റെ തിരക്കഥ തയ്യാറാക്കാനായിട്ട്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ആ തിരക്കഥ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നോക്കാം, വരുൺ ഗ്രോവർ എഴുതിയ ടി വി. അപ്പോൾ തുടക്കത്തിൽ മേളിൽ കൊടുത്തിരിക്കുന്നുണ്ട്, ടി വി കാഫി അപ്ന ഇതിഹാസ് ഹേ. ടി വിക്കും അതിൻ്റേതായ ഒരു ചരിത്രമുണ്ടെന്ന്. ടി വി കാഫി അപ്ന ഏക ഇതിഹാസ് ഹേ. ടി വിക്കും അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ശരിയാണ്, ആദ്യകാലങ്ങളിൽ ടി വി വന്നത് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സുലഭമാണ്. ടി വി ഇല്ലാത്ത വീടുകൾ വളരെ കുറവാണ്. 100 വീടുകളെടുത്താൽ ചിലപ്പോൾ ഒരു വീട്ടിൽ കാണാൻ സാധ്യതയില്ലാതെ, 1-2 വീടുകളിൽ കാണാൻ സാധ്യതയില്ലാതെ വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ബാക്കി എല്ലാ വീടുകളിലും ടി വി ആയിട്ടുണ്ട്. മീഡിയ അത്രത്തോളം എന്ത് ചെയ്തു, വളർന്നു കഴിഞ്ഞു. പക്ഷേ ഒരു കാലഘട്ടം, ടി വിയുടെയൊക്കെ ആദ്യ കാലഘട്ടം, നമ്മുടെ ഭാരതത്തിൽ ടി വി വന്ന ആ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിനകത്ത് 2-3 വീടുകളിൽ എന്തുണ്ടാവും, ടി വി ഉണ്ടാവും. അപ്പോൾ അന്ന് ഈ ടി വി കാണുക എന്ന് പറയുന്നതും ആൾക്കാർക്കൊരു കൗതുകമായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, ടി വി കാണാൻ പോയിരുന്നത്. കാരണം ആ വീട്ടുകാരുടെ സഹകരണം വേണം. ഏത് വീട്ടിലാണോ വാങ്ങി, അന്ന് ധനാഢ്യന്മാർ, സമ്പന്നർ, സാമ്പത്തികം ഉള്ളവരുടെ കൈകളിൽ മാത്രമേ ഈ സാധനം കാണൂ. അപ്പോൾ അവിടെ പോയി കാണാനായിട്ട് അവരൊരു സൗകര്യം ഒരുക്കി തരും. അങ്ങനെയുള്ളൊരു സമയം ഉണ്ടായിരുന്നു. പഴയ കാലത്തിലേക്ക് വരികയാണെങ്കിൽ 1980-85 ആ സമയമൊക്കെ, ആ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടി വിയുടെ ചരിത്രം എന്താണോ അതാണ് നമ്മൾ ഈ കഥയിലൂടെ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കാം ടി വി എന്താണെന്ന്. അപ്പോൾ ഇവിടെ കഥാപാത്രങ്ങൾ വളരെ കൊച്ചുകുട്ടികളാണ് കഥാപാത്രങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരിതുപോലെ ഒരു വീട്ടിൽ ടി വി കാണാൻ പോകുന്നതാണ് സിറ്റുവേഷൻ. അവരെങ്ങനെയെങ്കിലും സ്കൂളിൽ നിന്നുള്ള കിട്ടിയ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയി ടി വി കാണണം. കാരണം ടി വിയിൽ എന്താണ് എന്നുള്ള അവരിതുവരെ കണ്ടിട്ടില്ല. നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ ജനിച്ച് വീഴുന്ന കുട്ടികളെല്ലാം എന്താണ്, ടി വിയും കണ്ടും കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഇവിടെ ആ ബുദ്ധിമുട്ട് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. നോക്കാം ടി വി. അപ്പോൾ ഇവിടെ നോക്കൂ, തിരക്കഥ എങ്ങനെ തയ്യാറാക്കും ശ്രദ്ധിക്കുക. സീൻ 1 കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സീൻ എന്താണ്, അവിടെ പറയാണ്, ഗോബു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക് ദോപ്പഹർ കെ 2 ബജെ ഹെ. ബ്രാക്കറ്റിലാണ്. അവിടെ സീൻ 1 സിറ്റുവേഷൻ പറയുകയാണ്. എന്താണ് സിറ്റുവേഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തിരക്കഥ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സിറ്റുവേഷനെ പരാമർശിച്ച് പോകണം. ഗോബു ഒരു കഥാപാത്രമാണ്, ഒരു പയ്യനാണ്, കൊച്ചുകുട്ടിയാണ്. ഗോബു കെ ഘർ കെ ബാഹർ കി, ഗോബുവിൻ്റെ വീടിന് പുറത്തുള്ള കച്ചി സടക്ക്. കച്ച സടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സടക്ക് നമുക്കറിയാം എന്താണ്, റോഡ്. കച്ചി സടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറൊന്നും ഇടാത്ത മൺപാത എന്ന് പറയാം. പച്ച മൺ കൊണ്ടുള്ള പാത, കച്ചി സടക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ടി വിയുടെ ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ കാലങ്ങൾ പിറകിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ കാലങ്ങൾ പിറകിലേക്ക് പോകുമ്പോൾ നമ്മുടെ എല്ലാ റോഡുകളും എന്തല്ല, ടാർ ചെയ്യണമെന്നില്ല ആ സമയത്ത് ഉള്ള റോഡുകളുടെ അവസ്ഥ. അതുകൊണ്ടാണ് കച്ചി സടക്കെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ കാരണം ഇത് ചിത്രീകരിക്കുകയാണെങ്കിൽ, ഈ പട്കഥ ഇത് ഒരു സിനിമയാക്കുകയോ ഇതിനെ ചിത്രീകരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ റോഡ് അങ്ങനെ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് അത് എഴുത്തുകാരൻ എന്ത് ചെയ്യുന്നത്, തിരക്കഥാകൃത്ത് അത് കൃത്യമായിട്ടും എന്ത് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത്. ഇന്ന റോഡാണ്, ഇന്ന രീതിയിലാണ് ആ റോഡ് കാണേണ്ടത്. ദോപ്പഹർ കെ 2 ബജെ ഹൈ, ഉച്ചയ്ക്ക് 2 മണി. ദോപ്പഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച. പെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാമം എന്നാണ്. പെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാമം. അപ്പോൾ ഇവിടെ യാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാമം 3 മണിക്കൂറാണ്. ഒരു യാമം 3 മണിക്കൂർ. ദോപ്പഹർ 2 യാമം കഴിഞ്ഞു 6 മണിക്കൂർ. അതായത് രാവിലെ പ്രഭാതം 6 മണിയാണ് കണക്കാക്കുന്നതെങ്കിൽ 6 മണി കഴിഞ്ഞിട്ട് അടുത്ത് 6 മണി കഴിയുമ്പോൾ ഉച്ചയായി. നമുക്കറിയാം 12 മണി കഴിയുമ്പോൾ ഉച്ച.
അപ്പോൾ അങ്ങനെ 12 മണിക്ക് ശേഷമുള്ള ഏതെങ്കിലും ഒരു സമയം, അതിനെ ഇവിടെ എന്തെന്ന് പറയുന്നത്, ഉച്ചയ്ക്ക് എന്ന് പറയുന്നത്. ദോപ്പഹർക്ക് ദോപജെ, എത്ര മണിയാണ് പറഞ്ഞിരിക്കുന്നത്? 2 മണി. പക്ഷേ 2 യാമം കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 12 മണിയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 മണിയായിരുന്നാലും 3 മണിയായിരുന്നാലും നമ്മൾ ഉച്ചയെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഗോപുവിൻ്റെ വീടിനടുത്തുള്ള ഒരു കച്ചി സടക്ക്, അവിടെ എത്ര മണിയായി, സമയം എത്രയാണ്? ദോപ്പഹർക്ക് ദോപജെ. ഇനി ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അത് തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്രയും ബ്രാക്കറ്റ് മുഴുവൻ ഞാൻ വായിക്കാം, നോക്കാം. പഹാടി ഇലാക്ക, दूर दूर तक फैले पहाड़ दिख रहे हैं, करीब 8-10 साल की उम्र के 3 बच्चे, गोबू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. गोबू देखने से ही बाकी दोनों पर हावी लगता है. वह जमीन पर झुका है और कुछ उठाने की कोशिश कर रहा है. उसके हाथ में मकोड़ा है. നോക്കാം. ആ ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ആരൊക്കെ നിൽക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ തിരക്കഥ തയ്യാറാക്കുമ്പോഴും അത് തന്നെ ശ്രദ്ധിക്കണം. ഒരു സിറ്റുവേഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അത് എവിടെയാണ്, അതിൻ്റെ സമയം എത്രയാണ്, അത് പറഞ്ഞു പോയിട്ട് അവിടെ ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാരൊക്കെയാണ്, അവരുടെ വയസ്സ്, അവരുടെ വേഷവിധാനങ്ങൾ, അവരെവിടെ നിൽക്കുന്നു, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യണം, പരാമർശിച്ചതിന് ശേഷം മാത്രമാണ് തിരക്കഥയിലോട്ട് കയറുന്നത്. അപ്പോൾ നോക്കാം. പഹാടി ഇലാക്ക. ഇലാക്ക മീൻസ് പ്രദേശം. ഞാൻ കഴിഞ്ഞ സൂം മീറ്റിങ്ങിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ എടുത്തു പറഞ്ഞു, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വാക്കുകളുടെ അർത്ഥം കൃത്യമായിട്ടും എഴുതി തയ്യാറാക്കണം. എഴുതി തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഓരോ വാക്കും 5 പ്രാവശ്യം വീതം എഴുതിയത് അത് റിപ്പോർട്ട് ചെയ്യണം. അത് കൃത്യമായിരിക്കണം. പഹാടി ഇലാക്ക, പഹാട് നമുക്കറിയാം, പർവ്വതം. പഹാടി ഇലാക്ക എന്ന് പറഞ്ഞാൽ ഒരു പർവ്വത പ്രദേശം, പർവ്വതത്തിൻ്റെ താഴ്വര എന്നൊക്കെ എടുക്കാം. ഇലാക്ക മീൻസ് പ്രദേശം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പർവ്വതത്തിൻ്റെ താഴ്വര. ദൂർ ദൂർ തക്ക് ഫൈലെ പഹാട് ദിക്ക് രഹേഹയും, അങ്ങ് അകലെ, ദൂർ ദൂർ തക്ക് ഫൈലെ, ഫൈലിന എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യാപിക്കുക. ദൂർ ദൂർ തക്ക് ഫൈലെ പഹാട് ദിക്ക് രഹേഹയും, പർവ്വതങ്ങൾ കാണാൻ കഴിയുന്നുണ്ടെന്ന്. അങ്ങ് അകലെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പർവ്വതം കാണാം. അതായത് ഒരു പർവ്വത പ്രദേശങ്ങളെല്ലാം ഉള്ളതിൻ്റെ ഒരു താഴ്വരയിലുള്ള ഒരു പ്രദേശത്താണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. दूर दूर तक फैले पहाड़ दिख रहे हैं, करीब 8-10 साल की उम्र के 3 बच्चे. കരീബ്, കരീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8-10 സാൽക്ക്, 8-10 വയസ്സായ. സാൽക്ക് ഉമ്ര, ഉമ്ര എന്ന് പറഞ്ഞാൽ വയസ്സ്. 8-10 സാൽക്ക് ഉമ്രക്ക് 3 ബच्चे, 3 കുട്ടികൾ. 8-10 വയസ്സ് ഏകദേശമായ 3 കുട്ടികൾ. പേര് പറയുന്നുണ്ട്, ഗോബു, ചുന്നി അവർ ലല്ലു. കച്ചേ രാസ്തേ പർ ഖടേ ഹൈ, ആ പച്ച മൺപാതയിൽ, കച്ചേ രാസ്ത, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, ആ പച്ച മൺപാതയിൽ എന്ത് ചെയ്യുകയാണ്, ഖടേ ഹൈ നിൽക്കുന്നു. 3 കുട്ടികൾ നിൽക്കുന്നു. എവിടെയാണ് നിൽക്കുന്നത്? പഹാടി ഇലാക്കേ പർ, പർവ്വത പ്രദേശത്താണ് നിൽക്കുന്നത്. നോക്കാം. ഗോബു ദേഖ്നെ സേ ഹി ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹൈ. ഗോബുവിനെ കണ്ടപ്പോൾ, ഗോബു ദേഖ്നെ സേ ഹി, ഗോബുവിനെ കണ്ടപ്പോൾ തന്നെ ബാക്കി ദോനോ, ബാക്കി 2 പേർക്കും ഹാവി ലഗ്ത, ഹാവി ലഗ്ന എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടാവുക. ബാക്കി 2 പേർക്കും ഭയങ്കര സന്തോഷമായി. അത് സമീൻ പർ ചുക്കാ ഹെ, അവൻ തറയിലിരിക്കുകയാണ്. ജമീൻ, ജമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തറ. അത് സമീൻ പർ ചുക്കാ ഹെ, അവിടെ കുനിഞ്ഞ് എന്തോ എടുക്കുന്നു. നോക്കാം എന്താണെന്ന്. അവർക്ക് ഉഡാനേക്ക് കോശിഷ് കർണ, എന്തോ കുനിഞ്ഞ് ഉഡാന, ഉഡാന എന്ന് പറഞ്ഞാൽ എടുക്കുക. ഉഡാനേക്ക് കോശിഷ് കർണ, കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുക, പരിശ്രമിക്കുക. അവർ കുച്ച് ഉഡാനേക്ക് കോശിഷ് കർ രഹാ ഹൈ, തറയിൽ നിന്നും എന്തോ കുനിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു. ഉസ്കെ ഹാത്തുമയും മക്കോടാ ഹൈ, എടുത്തത് മറ്റൊന്നുമല്ല, ഉസ്കെ ഹാത്തുമയും അവൻ്റെ കൈകളിൽ ഒരു മക്കോടാ ഹൈ. മക്കോട എന്ന് പറഞ്ഞാൽ പുഴു, ചെറിയൊരു പുഴു. അതിനെയാണ് അവൻ തറയിൽ നിന്നും എന്ത് ചെയ്തത്, എടുത്തത്. ഇത്രയും അവൻ ചെയ്ത പ്രവൃത്തിയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പട്കഥ തയ്യാറാക്കുമ്പോൾ പട്കഥയിലെ സംഭാഷണത്തിന് മുമ്പ് നിൽക്കുന്ന കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ്, നമ്മുടെ സംഭാഷണം തയ്യാറാക്കുന്നതിന് മുമ്പ് ആ സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അവതരിപ്പിച്ചിരിക്കണം. അതാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം. പഹാടി ഇലാക്ക, ദൂർ ദൂർ തക്ക് ഫൈലെ പഹാട് ദിക്ക് രഹേ ഹൈ, करीब 8-10 साल की उम्र के 3 बच्चे, गोबू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. गोबू देखने से ही बाकी दोनों पर हावी लगता है. वह ज़मीन पर झुका है और कुछ उड़ाने की कोशिश कर रहा है.
ഉസ്കെ ഹാത്തുമയും മക്കോടാഹെ. അവൻ്റെ കയ്യിൽ അവൻ കുനിഞ്ഞെന്തെടുത്തു? ഒരു മക്കോട, ഒരു പുഴുവിനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. 3 കുട്ടികൾ ഒരു പർവ്വത പ്രദേശത്തിന് തൊട്ട് താഴ്വരയിലുള്ള ഒരു റോഡിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് സംഭാഷണത്തിലേക്ക് വരാം. ഗോപു പറയുകയാണ്. അപ്പോൾ സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഓരോന്നും ബ്രാക്കറ്റിലൊക്കെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ ബ്രാക്കറ്റിൽ പരാമർശിച്ചതിന് ശേഷമേ സംഭാഷണം സ്റ്റാർട്ട് ചെയ്യാവൂ. പട്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വാർത്താലാപ് വേറെ, പട്കഥ വേറെ. വാർത്താലാപം എന്ന് പറയുമ്പോൾ നോർമൽ സംഭാഷണമാണ്, അത് തമ്മിൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്, വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കാം. ഗോപു പറയണം, ചുന്നിക്കോ മക്കോട പക്കടാത്തേ ഹുയേ. അത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ്. അവൻ ഈ കുനിഞ്ഞെടുത്ത ഈ പുഴുവിനെ, ചുന്നിക്കോ മക്കോട പക്കടാത്തേഹ്, ചുന്നിയുടെ കൈകളിലേക്ക് ഈ പുഴുവിനെ എടുത്ത് പക്കടാത്തേഹ് പിടിപ്പിച്ചുകൊണ്ട്, പകടന പിടിക്കുക, പക്കടാന പിടിപ്പിക്കുക, ചുന്നിയുടെ കൈകളിലേക്ക് എന്ത് ചെയ്ത് വെച്ചു കൊടുത്തു, പക്കടാത്തേഹ്. എന്നിട്ടാണ് സംഭാഷണം. ഏലേ തേരാ പ്യാര മക്കോട അബ് ഖാ ഇസ്കി കസം എന്നാ പറഞ്ഞത്. ഏലേ എന്നാ പിടിച്ചോ, നിൻ്റെ തേരാ പ്യാര മക്കോട, നിനക്ക് പ്രിയപ്പെട്ട ഒരു പുഴു, നീ ഇതാ പിടിച്ചു വെച്ചോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ആരുടെ കയ്യിലേക്ക് പുഴുവിനെ എടുത്ത് വെച്ച് കൊടുത്തു? ചുന്നിയുടെ കയ്യിലേക്ക് വെച്ചു. എന്നിട്ട് പറയുകയാണ്, അബ് ഖാ ഇസ്കി കസം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോർമലി സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ ഇത് കഴിക്കാൻ പറയുന്നതാണോ എന്ന് തോന്നിപ്പോവും. ഖാ ഇസ്കി കസം. ഖാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖാന മീൻസ് ക്യാ ഹെ, ഖാന കഴിക്കുക. പക്ഷേ ഇവിടെ ഖാ ഇസ്കി കസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം കഴിക്കുക എന്നല്ല. കസം ഖാന എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എടുക്കുക എന്നാണ് അർത്ഥം. കസം ഖാന, പ്രതിജ്ഞ എടുക്കുക. നീ ഇത് കയ്യിൽ വെച്ചിട്ട്, കാരണം ഈ ചുന്നിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ പുഴു, അതുകൊണ്ടാണ് അതിനെ എടുത്ത് കൈ കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇതിനെ വെച്ച് സത്യം ചെയ്യാൻ. അതാ അവിടെ പറയുന്നത്, നീ ഇത് വെച്ച് പ്രതിജ്ഞ എടുക്കണം. അപ്പോൾ ഖായിസ്കി കസം, എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് സത്യം ചെയ്തിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ചുന്നിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ചുന്നി ചോദിക്കുകയാണ്. ചുന്നി ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. എന്താണ്? മുസ്കുരാക്കർ മക്കോട പക്കട്ടെ ഹുയേ. മുസ്കുരാന, പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് ആ മക്കോടയെ പക്കട്ടെ ഹുയേ, കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, അത്രയും. അപ്പോൾ അവിടെ ചുന്നി ചെയ്യുന്ന പ്രവൃത്തി അവിടെ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. തിരക്കഥ എഴുതുമ്പോൾ നമ്മൾ ഇതുപോലെയാണ് തയ്യാറാക്കേണ്ടത്. വെറുതെ സംഭാഷണം മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അവളപ്പോൾ ചിരിക്കുന്നു, ചിരിച്ചുകൊണ്ടത് പിടിക്കുന്നു, എന്നിട്ടാണ് ഡയലോഗ് വരുന്നത്. പറയുകയാണ്, കൈസേ ഖാനിഹെ, എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൾ ചിരിച്ചുകൊണ്ട് അത് കളിയാക്കിയാണ്. ഖാ ഇസ്കി കസം എന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ആ പദപ്രയോഗം എങ്ങനെയാണ് പറയേണ്ടത്? കസം ഖാന, പ്രതിജ്ഞ എടുക്കുക. അപ്പോൾ അവൾ തിരിച്ച് കളിയാക്കി, കഴിക്കാനാണോ എന്ന്. ആ ഉദ്ദേശത്തിൽ എന്ത് ചെയ്തു? അതുകൊണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കൈസേ ഖാനിഹെ. അപ്പോൾ 2 രീതിയിൽ തന്നെ എടുക്കാം. എന്താണ്? ഞാൻ എങ്ങനെ പ്രതിജ്ഞ എടുക്കണം, എങ്ങനെ സത്യം ചെയ്യണം. അപ്പോൾ ഗോപു അതിന് മറുപടി കൊടുത്തു. അരെ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തേഹയും ബോൾ മൈ കസം ഖാത്തിഹു. നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. നീ എന്താ ഒന്നും അറിഞ്ഞുകൂടാത്ത പോലെ? അരേ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തേഹയും. മാസ്റ്റർ ജി, നമ്മുടെ അധ്യാപനമൊക്കെ വിളിച്ച് നമ്മൾ അടുത്ത് നിർത്തുമല്ലോ. ബുൽവാന, ബോൽന പറയുക എന്നാണ്. പക്ഷേ ബുലാന എന്ന് പറയുമ്പോൾ എന്താണ്? പറയിപ്പിക്കുക. മാസ്റ്റർ ജി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പോൾ മാസ്റ്റർ ജി നമ്മളെ കൊണ്ട് പറയിപ്പിക്കും സത്യം ചെയ്യാനൊക്കെ ആയിട്ട്. ആ ശൈലിയിൽ ഇവിടെ പറയണം, അരേ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തേഹയും. മാസ്റ്റർ ജി വിളിച്ചിട്ട് നമ്മളുടെ അടുത്ത് പറയൂലേ, ബോൾ മൈ കസം ഖാത്തിഹും എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നീ? എന്താണ് ബോൾ മൈ കസം ഖാത്തിഹും, പറ അങ്ങോട്ട്, സത്യം ചെയ്യ് എന്ന് പറഞ്ഞ് മാസ്റ്റർ ജി നിന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ലേ പലതും. അതുപോലെ സത്യം ചെയ്യണമെന്ന്, മൈ കസം ഖാത്തിഹും, ഞാനിതാ സത്യം ചെയ്യുന്നു എന്ന് പറയാൻ. അപ്പോൾ ചുന്നി ഉടനെ ഏറ്റു പറഞ്ഞു, മൈ കസം ഖാത്തിഹും, ശരി ഞാനിതാ സത്യം ചെയ്യുന്നു, മൈ കസം ഖാത്തിഹും. അപ്പോൾ ഗോപു ബാക്കി പറഞ്ഞു കൊടുക്കണം എന്താണ്? कि हम चुपके से दूर गाँव जाएंगे, कि हम चुपके से दूर गाँव जाएंगे. ഉടനെ പറഞ്ഞു ഹം ചുപ്കേസെ. ചുപ്കേസെ എന്ന് പറഞ്ഞാൽ മിണ്ടാതെ, ആരും അറിയാതെ, ആരോടും പറയാതെ, വീട്ടുകാരും അറിയാൻ പാടില്ല, ആരും അറിയാതെ, ദൂസരേ ഗാവ്, തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ, ദൂസരേ ഗാവ് ജായെങ്കിൽ പോകുമെന്ന്. നമ്മൾ ആരോടും പറയാതെ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അത് സത്യം ചെയ്യാൻ, ആരോടും പറയാതിരിക്കാനായിട്ടാണ് ഈ സത്യം ചെയ്യിപ്പിക്കുന്നത്. ഹം ചുപ്കേസെ ദൂസരേ ഗാവ് ജായെങ്കിൽ. അപ്പോൾ ചുന്നി അത് ഏറ്റു പറഞ്ഞു, കി ഹം ചുപ്കേസെ ദൂസരേ ഗാവ് ജായെങ്കിൽ. അർത്ഥം പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും.
അപ്പോൾ ഗോപു പറയണം അവർ ചുപ്കേസ് ടി വി ദേക്കറായെങ്കിൽ, എന്നിട്ട് നമ്മൾ ആരും അറിയാതെ ചുപ്കേസ് ടി വി ദേക്കർ ആയെങ്കിൽ, ടി വി കണ്ടിട്ട് തിരിച്ചു വരും. ഇതാണ് സത്യം ചെയ്യേണ്ടത്. ആരും അറിയരുത്, വീട്ടുകാരും അറിയാതെ എവിടെ പോയി ടി വി കാണുന്നു, അടുത്ത ഗ്രാമത്തിൽ പോയി ടി വി കണ്ടിട്ട്. കാരണം ഇവിടെ ടി വി ഇല്ല. അപ്പോൾ ആദ്യമായി ടി വി കാണുന്നതിൻ്റെ സന്തോഷമാണ് കുട്ടികളിൽ. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് സത്യം ചെയ്യിക്കുന്നതാണ്. നോക്കൂ, അപ്പോൾ ചുന്നി ചിരിച്ചുകൊണ്ട് ഹസ്സി രോക്തേ ഹുയെ, ചിരി മനസ്സിൽ അടക്കിക്കൊണ്ട്. അതാ ഹസ്സി രോക്കന, രോക്കന എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അർത്ഥം. ഹസ്സി രോക്തേ ഹുയെ എന്ന് പറയുമ്പം ചിരി അടക്കിക്കൊണ്ട്. അത് ബ്രാക്കറ്റില്ല, അത് നമ്മൾ ശ്രദ്ധിച്ചാണ്. അപ്പോൾ സംഭാഷണം വരേണ്ടത് അങ്ങനെയാണ്. ചിരി വരുന്നുണ്ട്, പക്ഷേ ചിരിക്കാതെ പറയുക, ചിരി അടക്കിക്കൊണ്ട്. അവർ ചുപ്കേസ് ടി വി ദേക്കറായെങ്കിൽ, അവളും പറഞ്ഞു നമ്മൾ ആരും അറിയാതെ എന്ത് ചെയ്യും, ടി വി കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോൾ ഗോപു പറയാണ് അവർ ബാത്ത് കിസിക്കോ നഹീം ബതായെങ്കിൽ, ഇനി ഈ കാര്യം കിസിക്കോ നഹീം ബതായെങ്കിൽ, ആരുടെ അടുത്തും പറയുകയുമില്ല. അവർ ബാത്ത് കിസിക്കോ നഹീം ബതായെങ്കിൽ, ഈ കാര്യം ആരുടെ അടുത്തും പറയുകയുമില്ല. മാം കോഫി നഹീം, ആരുടെ അടുത്തും പറയില്ല, അമ്മയുടെ അടുത്ത് പോലും പറയുകയില്ല. മാം കോഫി നഹീം. അപ്പോൾ പെട്ടെന്ന് ലല്ലു ബീച്ച് മെയിൻ ടോക്കർ ഇടയ്ക്ക് കയറിയിട്ട്, ബീച്ച് മെയിൻ ടോക്കർ ഇടയ്ക്ക് കയറിയിട്ട് ചോദിച്ചു, മാംകോ കൈസെ ബതായെങ്കിൽ, അമ്മയുടെ അടുത്ത് എങ്ങനെ പറയുമെന്നാണ്. മാംകോ കൈസെ ബതായെങ്കിൽ, അമ്മയുടെ അടുത്ത് എങ്ങനെ പറയുമെന്നാണ്. മാം തോ സോ രഹി ഹെ, അമ്മ എന്ത് ചെയ്യുകയാണ്, അമ്മ ഉറങ്ങുകയല്ലേ, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതാരെ ഇടയ്ക്ക് കയറിയത്? ലല്ലു. 3 കഥാപാത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഗോപു, ഒന്ന് ചുന്നി, പിന്നൊന്ന് ലല്ലു. അപ്പോൾ ഗോപു ചുന്നിയുടെ അടുത്താണ് എന്ത് പറഞ്ഞത്, ഈ പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞത്. പ്രതിജ്ഞ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലല്ലു ഇടയ്ക്ക് കയറിയിട്ട് പറയണം, അമ്മയുടെ അടുത്ത് പറയാനായിട്ട് അമ്മയുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അമ്മ ഉറങ്ങി കിടക്കല്ലേ, പിന്നെ എന്തിനാ വിളിച്ചുണർത്തി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ അത്രയും ഒരു കൂടെ വായിക്കാം. चुन्नी को मकोड़ा पकड़ाते हुए ये तेरे प्यारा मकोड़ा अब खा इसकी कसम, മുസ്കുരാക്കർ മക്കോട പക്കട്ടെ ഹുയെ കൈസേ ഖാനി ഹെ. അവൻ പറഞ്ഞു, നിൻ്റെ പ്രിയപ്പെട്ട പുഴു, ഇതിനെ കയ്യിൽ വെച്ചിട്ട് നീ എന്ത് ചെയ്യും, ഇപ്പം തന്നെ എനിക്ക് പ്രതിജ്ഞ ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചുന്നി ചോദിച്ചു, എന്ത് പ്രതിജ്ഞയാണ് ചെയ്യേണ്ടതെന്ന്. അരെ ജൈസെ മാസ്റ്റർജി ബുൽവാത്തെ ഹി, മാസ്റ്റർജി വിളിക്കുമ്പോൾ പറയുന്നത് തന്നെ ബോൽ മൈ കസം ഖാത്തി ഹും, ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ സത്യം ചെയ്യുകയാണ്, ഇതാണ് സത്യം എന്ന് പറഞ്ഞു. അവളും പറഞ്ഞു, മൈ കസം ഖാത്തി ഹും, ഞാനിതാ സത്യം ചെയ്യുന്നു. कि हम चुपके से दूसरे गाँव जाएंगे, നമ്മൾ ആരും അറിയാതെ എവിടെ പോവും, ദൂസരെ ഗാവ്, അടുത്ത ഗ്രാമത്തിലേക്ക് പോവും. അപ്പോൾ അവളും അത് ഏറ്റു പറഞ്ഞു, कि हम चुपके से दूसरे गाँव जाएंगे और चुपके से टी वी देख कर आएंगे, ആരും അറിയാതെ ടി വി കണ്ടിട്ട് തിരിച്ച് വരും. അത് അവൾ പറഞ്ഞു, അവർ ചുപ്കെ സെ ടി വി देख कर आएंगे. അതും എങ്ങനെയാണ്, ഹസ്സി രോക്തേ ഹെ, ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. അവർ ബാത്ത് കിസിക്കോ നഹീം ബതായെങ്കിൽ, ഈ കാര്യം ആരുടെ അടുത്തും പറയുകയുമില്ല. മാം കോഫി നഹീം, അമ്മയുടെ അടുത്ത് പോലും പറയില്ല. അപ്പോൾ ബീച്ച് മേ ഡോക്കർ ഇടയ്ക്ക് കയറിയിട്ടാണ് ലല്ലു ചോദിക്കുന്നത്, മാംകോ കൈസേ ബതായെങ്കിൽ മാം തോ സോ രഹി ഹെ, അമ്മയുടെ അടുത്ത് എന്ത് പറയാനാ, അമ്മ ഉറങ്ങുകയല്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഗോപു പറയുകയാണ്, ഹാ മാം തോ സോ രഹി ഹെ अब मकोड़ा रख दे, चुन्नी मकोड़ा रख देती है, हाथ चाटती है. അപ്പോൾ ഹാ മാം തോ സോ രഹി ഹെ. അപ്പോൾ ഗോപു ഉടനെ പറഞ്ഞു, ആ ശരിയാ, അമ്മ ഉറങ്ങിക്കിടക്കുകയാണല്ലോ. അപ്പോൾ മക്കോട രക്കതേ, നീ ആ പുഴുവിനെ അങ്ങ് വെച്ചിരുന്നു എന്ന് പറഞ്ഞു. ചുന്നി മക്കോട രക്കതേ എത്തിഹെ, അവൾ കയ്യിൽ വെച്ചിരിക്കുന്നു. ഹാത്ത് ചാടുത്തിഹെ, ചാടുലകാൻ എന്നൊരു തൂത്ത് കളയുക എന്നാണ്. കയ്യിൽ നിന്ന് അതിനെ എന്ത് ചെയ്തു, കളഞ്ഞു. ഗോപു ആകെ ബെഡ്തേക്ക്, ഗോപു കുറച്ച് മുമ്പോട്ട് വന്നിട്ട് ആകെ ബെഡ്തേക്ക്, അത് ബ്രാക്കറ്റിലാണ്, കാരണം സംഭാഷണം പറയുന്നതിന് മുമ്പ് അവൻ ലേശം ഒന്ന് മുമ്പോട്ട് എന്ത് ചെയ്തു, നടന്നു. ആകെ ബെഡ്തേക്ക് തോ ഫിർ ചലോ, എന്നാൽ പിന്നെ പോവാ, തോ ഫിർ ചലോ. തീനോം ബച്ചെ കച്ചി സടക്ക് പർ ആകെ ബെഡ് ജാത്തേ ഹെ. ആ സീനിൽ പിന്നെ കാണുന്നത് 3 കുട്ടികളും തീനോം ബച്ചെ കച്ചി സടക്ക് പർ ആകെ ബെഡ് ജാത്തേ ഹെ. 3 പേരും ഒരുമിച്ച് ആ പച്ചമൺ പാതയിലൂടെ എന്ത് ചെയ്യുകയാണ്, മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് ആ സീനിൽ നമ്മളടുത്ത് കാണുന്നത്. അപ്പോൾ എത്രയും മനസ്സിലായി കാണുമോ? അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, 3 കുട്ടികൾ ഉസ്കെ ഗാവുമയും ടി വി നഹീ ഹെ, അവരുടെ ഗ്രാമത്തിൽ എന്തില്ല, ടി വി ഇല്ല. വേ ദൂസരെ ഗാവ് പർ ടി വി ദേഖ്നെ കെ ലിയെ ജാനേക്ക് തയ്യാരിയാൻ കർത്തേ ഹെ, മറ്റൊരു ഗ്രാമത്തിലേക്ക് ടി വി കാണാനായിട്ട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ. ലേക്കിൻ ഖർവാലോങ്കോ പതാ നഹീ ചാഹിയെ, പക്ഷേ എന്തറിയാൻ പാടില്ല, ഖർവാലെ എന്ന് പറഞ്ഞാൽ എന്താണ്, വീട്ടുകാർ.
വീട്ടുകാരിതിനെക്കുറിച്ച് പതാ നഹീം ജാനാ ചാഹിയെ. അപ്പോൾ വീട്ടുകാരിതിനെക്കുറിച്ച് അറിയാനും പാടില്ല, എവിടെ പോവുകയും വേണം, അടുത്ത ഗ്രാമത്തിൽ പോയി ടി വി കാണുകയും വേണം. അപ്പോൾ ആ ഒരു സംഭാഷണ ശകലമാണ് നമ്മളിപ്പോൾ ഈ സീനിൽ കണ്ടുവന്നത്. ഒന്നാമത്തെ സീനാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. 3 കുട്ടികളും അവസാനം പറഞ്ഞു നിർത്തി എന്താണ്, 3 കുട്ടികളും കച്ചി സടക്ക് പർ ആകെ ബെഡ് ജാത്തെ ഹെ, മുമ്പോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. സീൻ 2, രണ്ടാമത്തെ സീൻ. പഹാഡ് കി പഗഡണ്ടി ദോപ്പഹർ കെ 3 ബജേ ഹൈ. അപ്പോൾ അടുത്ത സീനിലേക്ക് വന്നപ്പോൾ ആ സീനിൻ്റെ സിറ്റുവേഷനിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ സീനിനും ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ പട്കഥ തയ്യാറാക്കുമ്പോഴും നമുക്ക് പട്കഥ പറഞ്ഞു തരുന്ന സമയത്ത്, പട്കഥ എഴുതാൻ പറയുന്ന സമയത്ത് ആ സിറ്റുവേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അടുത്ത സീൻ എന്ന് പറയുമ്പോൾ അവർ പോകുന്ന വഴിയും മറ്റു കാര്യങ്ങളെയും കുറിച്ച് തുടക്കത്തിലെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുകയാണ്. എന്താണ്? പഹാഡ് കി പഗഡണ്ടി. പഗഡണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവഴി. പഹാഡ് കി പഗഡണ്ടി ദോപ്പഹർ കെ 3 ബജെ. എത്ര മണിയായി? ഉച്ചയ്ക്ക് 3 മണിയായി. ദോപ്പഹർ കെ 3 ബജെ ആയി. അപ്പോൾ പർവ്വത പ്രദേശമാണെന്ന് നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു ഇടവഴി. പഹാഡ് കി പഗഡണ്ടി ദോപ്പഹർ കെ 3 ബജെ. ബച്ചെ മെഹനത്ത് സെ പഹാഡ് കി പഗഡണ്ടി ചട് രഹേ ഹൈ. കുട്ടികൾ മെഹനത്ത് സെ, മെഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശ്രമിച്ച്, വളരെയധികം കഠിന അധ്വാനം ചെയ്ത് പരിശ്രമിച്ച് പഹാഡ് കി പഗഡണ്ടി ചട് രഹേ ഹൈ. ആ പർവ്വതത്തിൻ്റെ ആ ഇടവഴികളിലൂടെ എന്ത് ചെയ്യുകയാണ്? ചട് രഹയും കയറുകയാണ്, മുകളിലേക്ക് കയറുകയാണ്. അടുത്ത ഗ്രാമത്തിലാണ് എത്തേണ്ടത്. മുകളിലേക്ക് കയറുന്നു. അവിടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്, നോക്കാം. मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. सामने वाली एक चोटी पर टीवी टावर दिख रहा है. सामने वाली एक चोटी पर, തൊട്ടടുത്തുള്ള ഒരു ചോടി. ചോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ അർത്ഥം ശിഖരം എന്നാണ്. പർവ്വതങ്ങളുടെ ശിഖരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുമുടി എന്ന് നമ്മൾ പറയും. അതിനെ എന്തെന്ന് പറയുന്നത്? പർവ്വതക്ക് ചോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തിൻ്റെ ആ കൊടുമുടി. അപ്പോൾ ഇവിടെ സാമ്നെ വാലിയേക്ക് ചോടിപ്പർ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ കാണുന്ന ഒരു പർവ്വതം, നല്ല പൊക്കമുള്ള ഒരു പർവ്വതം, അതിൻ്റെ ഏറ്റവും മുകളിൽ ടി വി ടവർ ദിഖ് രഹാ ഹെ. എന്ത് കാണുന്നു? ടി വിയുടെ ഒരു ടവർ കാണുന്നു. അപ്പോൾ ഇതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിറ്റുവേഷൻ പറഞ്ഞു, സമയം പറഞ്ഞു, ഏത് സ്ഥലമാണെന്ന് പറഞ്ഞു, അവിടെ എന്തൊക്കെ കാണുന്നു എന്നുള്ള കാഴ്ചകളും വളരെ വ്യക്തമായി പറഞ്ഞു. ഇനി കുട്ടികളുടെ സംഭാഷണത്തിലേക്ക് വരാം. ഗോപു ദേഖാ യഹി വോ ടവർ ഹേ ജിസ്സെ ടി വി ആത്താ ഹെ. അപ്പോൾ ഗോപു പറയണേ, ദേഖാ അത് കണ്ടോ, യഹി വോ ടവർ ഹേ, ഇതാണ് ആ ടവർ, ജിസ്സെ ടി വി ആത്താ ഹെ, അതിലൂടെയാണ് ടി വി വരുന്നതെന്ന്. ടി വി ആത്താ ഹെ മീൻസ് എന്ന് പറഞ്ഞാൽ ടി വി അഴിച്ച് വരുമെന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ടി വിയിൽ നമ്മൾ കാണുന്ന പിന്നെ പിക്ചറുകൾ അതിൽ നിന്നുമാണ് കടന്നു വരുന്നത്, അതാണ് സംപ്രേഷണം ചെയ്യുന്ന സാധനം എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ഗോപു പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഗോപുവാണ് തലവൻ, ഗോപുവാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗോപു പറയുന്നത്, ദേഖാ യഹി വോ ടവർ ഹേ ജിസ്സെ ടി വി ആത്താ ഹെ, അത് കണ്ടില്ലേ, അതാണ് ആ ടവർ, അതിലൂടെയാണ് എന്ത് വരുന്നത്? ആ ടി വിയിൽ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ ഇങ്ങ് വരുന്നത് അതുവഴിയാണ്. അപ്പോൾ ലല്ലുവിന് സംശയം, ആത്താ കഹാം ഹേ, ഇതെങ്ങനെയാണ് വരുന്നത്? ആത്താ കഹാം ഹേ, ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. അങ്ങനെ ആ ടവറിൽ നിന്ന് ടി വി വരുമെങ്കിൽ, ആത്താ ഹോത്തേ തോ, അങ്ങനെ ആ ടവറിൽ നിന്ന് ടി വി വരുമെങ്കിൽ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ, നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് എന്തിനു പോകണം, അതിൻ്റെ ആവശ്യമുണ്ടോ, അതെങ്കിൽ പോന്നാൽ പോരെ എന്നുള്ള രീതിയിൽ ആര് ചോദിക്കുകയാണ്? ലല്ലു സംശയം ചോദിച്ചു. അപ്പോൾ ഗോപുവാണ് അറിവുള്ളവൻ ഇതിൽ. ഗോപു പറഞ്ഞു, ചുന്നി യഹ് ലല്ലു ഏകദം ലല്ലു ഹേയാന, കളിയാക്കിക്കൊണ്ട്. കാരണം ഈ ലല്ലു എന്ന് പറയുന്ന വാക്ക് ഹിന്ദിയിൽ സ്നേഹത്തോടെയും വിളിക്കും, ഈ ബുദ്ധൂസ് എന്ന് പറയുന്ന രീതിയിലും വിളിക്കും, പിന്നെ മണ്ടൻ എന്നുള്ള ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും വിളിക്കും. അപ്പോൾ ഇവൻ ഇവിടെ പറഞ്ഞ ലല്ലു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലല്ലു പേരും, രണ്ടാമത് പറയുന്ന ലല്ലു മണ്ടൻ എന്നുള്ളതുമാണ്. പറയാണ് ചുന്നി യഹ് ലല്ലു ഏകദം ലല്ലു ഹേന, ഇവനൊരു മണ്ടനല്ലേ എന്ന്. ബാബാനെ ബദായാഥ, എനിക്ക് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്, പിതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്, കി ഇസി ടവർ സെ ദൂസരെ ഗാവുമേൻ ടി വി ആത്താ ഹെ, ഈ ടവറിൽ നിന്നുമാണ് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് ടി വി കാണാൻ പറ്റുന്നത്, ടി വി ആത്താ ഹെ. അവർ ക്യോങ്കി ഹമാരാ ഗാവ്, പക്ഷേ എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഗ്രാമത്തിൽ, പക്ഷേ ഒറ്റ കുഴപ്പമേ ഉള്ളൂ, നമ്മുടെ ഗ്രാമം ഹമാരാ ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹെ, പർവ്വതത്തിന് ഇപ്പുറമായി പോയി, പഹാഡ് കെ ഇസ് തരഫ് ഹെ, ഹമാരെ മെയിൻ നഹി ആത്താ ഹെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇതിൻ്റെ
സിഗ്നൽ കിട്ടില്ല എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പിതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റില്ല, അപ്പുറത്തെ ഗ്രാമത്തിലുള്ളവർക്കേ കാണാൻ പറ്റും. നമ്മളൊരു പർവ്വതത്തിന് ഇപ്പുറം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഞാനതൊരിക്കൽ കൂടെ വായിക്കാം. ദേഖാ വഹി ഓ ടവർ ഹെ ജിസ്സെ ടി വി ആത്താ ഹെ. അത് കണ്ടോ, ആ ടവറിൽ നിന്നാണ് ടി വി സിഗ്നൽ വരുന്നത്. അപ്പോൾ ലല്ലു പറഞ്ഞു ആത്താക്കാമേ ആത്താ ഹോത്താത്തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. അവൻ്റെ ചോദ്യം അതായിരുന്നു. വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ അപ്പുറത്ത് പോകുന്നു, ഇവിടെ കിട്ടിയാൽ പോരെ. അപ്പോൾ ഗോവ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ലല്ലു എക്ദം ലല്ലു ഹെ, ഇവനൊരു മണ്ടന, അവൻ അറിഞ്ഞൂടാ. ബാബാനെ ബതായ ഥാ, ബാബ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ഇസി ടവർ സെ ദൂസരെ ഗാവുമേ ടി വി ജാത്താ ഹെ. ഇതിലൂടെയാണ് അപ്പുറത്തെ ഗ്രാമത്തിൽ എന്ത് പോകുന്നത്, ടി വിയുടെ സിഗ്നൽ പോകുന്നത്. അവർ ക്യോങ്കി ഹമാരാ ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹെ, നമ്മുടെ ഗ്രാമം പർവ്വതത്തിന് ഇപ്പുറത്തായതുകൊണ്ട് ഹമാരേമയും നഹി ആത്ത, ഇവിടേക്ക് വരികയില്ല. അപ്പോൾ ചുന്നി പറഞ്ഞു ഹാ മേരെ ബാപ്പുനെ തോ ബക്സ അവർ ആൻറ്റിന ഫി ഖരീദ് ലിയാത്ത. അതെനിക്കറിയാം, കാരണം മേരെ ബാപ്പുനെ തോ, എൻ്റെ പിതാവ്, ബക്സ അവർ ആൻറ്റിന ഫി ഖരീദ്, ആ ബോക്സ് മീൻസ് ഉദ്ദേശിക്കുന്നത് ടി വിയാണ്, ആ പെട്ടി, അതാ ബക്സ എന്ന് പറഞ്ഞാൽ പെട്ടിയെന്ന്, ആ പെട്ടിയും ആൻറ്റിനയൊക്കെ വാങ്ങിയെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കേബിൾ കണക്ഷനാണ് കാണുന്നത്, പക്ഷേ അന്ന് അങ്ങനെയല്ല, അന്ന് ആൻറ്റിനയായിരുന്നു. അപ്പോൾ ആൻറ്റിനയുടെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സിഗ്നലൊക്കെ കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ എന്തല്ല എല്ലായിടവും നല്ല ക്ലിയർ പിക്ചറൊന്നുമല്ല, ഭയങ്കര ഗ്രെയിൻസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ടി വി കണ്ടിരുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോഴീ ആൻറ്റിന കാറ്റത്തൊന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ പോകും. പിന്നെ ഇത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറി ഇതിനെന്ത് ചെയ്യണം, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരുക്കി അങ്ങനെയൊക്കെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അത് ആൻറ്റിന എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ കാണും. ഹാ മേരെ ബാപ്പുനെ തോ ബക്സ ഓർ ആൻറ്റിന ബി ഖരീദ് ലിയാത്ത. എൻ്റെ അച്ഛനും വാങ്ങി ഒരു ബക്സ, ടി വി പെട്ടിയും വാങ്ങി, ആൻറ്റിനയും വാങ്ങിച്ചു. ഹംനെ ആൻറ്റിനാക്കോ സബ് തര ഘുമായ. നമ്മൾ എന്നിട്ട് ഈ ആൻറ്റിനയെ എല്ലാ രീതിയിലും എന്ത് ചെയ്തു, എല്ലാ രീതിയിലും ഘുമായ കറക്കി നോക്കി, പക്ഷെ നമുക്ക് സിഗ്നൽ കിട്ടിയില്ല. പർ ടി വി പക്കടാഹി നഹി, പക്ഷേ ടി വിയിൽ സിഗ്നൽ കിട്ടിയതേ ഇല്ല. അതാരാ പറഞ്ഞ, ചുന്നിയാ പറഞ്ഞത്. മേരെ ബാപ്പുനെ തോ ബക്സ ഓർ ആൻറ്റിന ബി ഖരീദ് ലിയാത്ത ഹംനെ ആൻറ്റിനാക്കോ സബ് തരഫ് ഘുമായ. നമ്മൾ ഈ ആൻറ്റിന എല്ലായിടവും ഇട്ട് തിരുക്കി നോക്കി, പർ ടി വി പക്കടാഹി നഹി, പക്ഷേ എന്ത് കിട്ടിയില്ല, ടി വി കിട്ടിയില്ല. അപ്പോൾ ഗോപു പറഞ്ഞു ടി വി തോ ജാദു ഹേ, നിനക്കറിഞ്ഞൂടാ, നിനക്കറിയാൻ പാടില്ലാത്ത ടി വി എന്ന് പറയുന്നത് എന്താണ്, ഒരു ജാതുവാണെന്ന്. ജാതു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മാന്ത്രിക പെട്ടിയാണ്, മന്ത്രം, അതായത് മാന്ത്രിക സംഭവമാണ്. അതിലൂടെയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്നുള്ള വലിയ സംഭവമാണ്. കാരണം ഗോപുവിന് മാത്രമാണ് ഇതിനെക്കുറിച്ചൊരു അറിവുള്ളത്. ഐസി തോടേഹി പക്കടേക, എല്ലായിടവും കയറി പിടിക്കൂല. അതൊക്കെ അങ്ങനെ കിട്ടേണ്ടടുത്ത് മാത്രമേ എന്ത് ചെയ്യൂ, കിട്ടൂ. ഹായ് ക്യാ ചേസ് കെ ടി വി, കാരണം ഗോപു ഒരിക്കൽ കണ്ടിട്ടുണ്ട് ടി വി, അതുകൊണ്ട് അവൻ ഉടനെ അതിൻ്റെ ഓർമ്മകളിലേക്ക് പോകണം. ഹായ് ക്യാ ചേസ് കെ ടി വി, എന്താ സാധനമാണ് ടി വി, നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഇവരുടെ മുമ്പിൽ അവൻ എന്തായി, അവനെന്തോ വലിയ സംഭവമായി. ഹായ് ക്യാ ചേസ് കെ ടി വി, ഗോപു ടി വിക്ക് യാദോമേ ഖോയാ ഹുവ ആകെ പെട്ടാ ഹെ. അത് ബ്രാക്കറ്റില്ല. ഗോപു ആ ടി വിയുടെ ഓർമ്മകൾ, യാതെന്ന് പറഞ്ഞാൽ എന്താണ്, ഓർമ്മ. ഗോപു ടി വിക്ക് യാദോമേ ഖോയാ ഹുവ, ആ ടി വിയുടെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ലയിച്ചു. ഖോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം, വാക്കിൻ്റെ അർത്ഥം. ഇവിടെ എന്ന് പറഞ്ഞാൽ അവൻ ആ ഓർമ്മകളിലേക്ക് മുഴുകി. ഖോയാ ഹുവ ആകെ ബെഡ്ത്തെ ഹെ, ആകെ ബെഡന മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു മുമ്പോട്ട് പോകുന്നു. ബാക്കി ദോനോ ഉസ്കെ പീച്ചെ ചൽ രഹേ, ബാക്കി രണ്ടുപേരും അവൻ്റെ പിറകെ നടക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ. സീൻ 3, മൂന്നാമത്തെ സീൻ. മനോഹർ ചാച്ചാക്ക് ഖർക്ക കമര. ഇവർ പോകുന്നത് മനോഹർ ചാച്ചയുടെ വീട്ടിലേക്കാണ്. ചാച്ച മീൻസ് കൊച്ചച്ഛൻ, ഗോപുവിൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക്. മനോഹർ ചാച്ചാക്ക് ഖർക്ക കമര, മനോഹർ ചാച്ചയുടെ വീട്ടിലെ ഒരു മുറി. സുബഹ് 8 ബജെ, രാവിലെ 8 മണി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സിറ്റുവേഷൻ മാറി. ഇപ്പോൾ കുട്ടികൾ നടക്കുന്ന സിറ്റുവേഷനല്ല, നമ്മുടെ ഗോപു ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. ഗോപു ആ ഓർമ്മകളിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, ആ ഓർമ്മയാണ് അടുത്ത് കാണിക്കുന്നത്. എവിടെയാണ്? അവൻ്റെ കൊച്ചച്ഛൻ്റെ വീട്, മനോഹർ ചാച്ചയുടെ വീടും രാവിലെ 8 മണിയുമാണ് സമയം. ടി വി पर 26 जनवरी की പരേഡ് ആ രഹി ഹെ. ഇപ്പോൾ ടി വിയിൽ 26 ജനുവരി 26. പ്രത്യേകത എന്താ? ജനുവരി 26ൻ്റെ പ്രത്യേകത എന്താ പറയണം? ജനുവരി 26ൻ്റെ പ്രത്യേകത എന്താണ്? റിപ്പബ്ലിക്കായ ദിവസം. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം റിപ്പബ്ലിക്കായ ദിവസം. റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
നമുക്കൊരു നീതിന്യായ വ്യവസ്ഥ, അതായത് നമ്മൾ ഒരു ഭരണ സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു. സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ 1947 സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും നമുക്കൊരു ഭരണഘടന ഇല്ലായിരുന്നു. ആ ഭരണഘടന തയ്യാറാക്കി അതെല്ലാം ക്ലിയറായി വന്നപ്പോഴേക്കും 1950 ജനുവരി 26 പിന്നെ അതിനെന്ത് ചെയ്തത്? ആ ഭരണഘടനാ സംവിധാനങ്ങളെല്ലാം ക്ലിയറായി വന്നത്. അങ്ങനെയാണ് അതുകൊണ്ട് അതിനെ റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന, നമ്മുടെ ഹമാരി സംവിധാനം എന്ന് പറഞ്ഞാൽ ഭരണഘടന. കിസ്നെ ലിഖി, ആരാ എഴുതിയത് ഈ ഭരണഘടനയൊക്കെ എഴുതിയത് അറിയാവോ? ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ടി വിയിൽ ആ ഒരു പരേഡ് നടക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ മൂന്നാമത്തെ സീൻ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ നമുക്ക് തൽക്കാലം ഇത് ഇവിടെ നിർത്താം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അവസാനിക്കേണ്ട സമയം ആയി. അപ്പോൾ കുട്ടികളെ, നിങ്ങളുടെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓരോ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കണം. അത് വൈകുന്നേരം സൂം മീറ്റിങ്ങിൽ അതിന് പ്രൂഫ്, വ്യക്തമായ തെളിവ് കാണിക്കണം. 5 പ്രാവശ്യം ഞാൻ എഴുതിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ, എൻ്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞത് കാണിക്കണം. വാക്കുകളുടെ അർത്ഥം ഞാൻ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. നമ്മൾ മീറ്റിങ്ങിൽ വരുന്ന സമയത്ത് ചോദിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? TV എന്ന് പറയുന്ന ഈ ഒരു പാഠം തൽക്കാലം നമുക്കിവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.